നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനുമായുള്ള രണ്ടാം വട്ട ചർച്ചകൾക്ക് അമേരിക്കയിൽ നിന്ന് JD വാൻസും സംഘവും പുറപ്പെട്ടു. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ലോകത്തുയരുന്ന ഒരു തർക്കമുണ്ട്. ആരാവും ആദ്യം പറക്കുക? ഇസ്ലാമാബാദിലേക്ക് ആരാണ് ആദ്യം പറക്കേണ്ടതെന്ന് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ നേരത്തെ ചില തർക്കങ്ങളുണ്ടായി. തങ്ങളുടെ ടീമിനെ ഇസ്ലാമാബാദിലേക്ക് അയക്കുകയും ചർച്ചയ്ക്കായി ഇറാൻ എത്താതിരിക്കുകയും ചെയ്താൽ അത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കും. മറുവശത്ത് ഇറാൻ പ്രതിനിധി സംഘം നേരിടുന്നത് മറ്റു ചില സമ്മർദ്ദങ്ങളാണ്. ഇസ്ലാമാബാദിലേക്കുള്ള യാത്രാ സുരക്ഷ സംബന്ധിച്ച് വലിയ ഭീതിയാണ് ഇറാനിൽ നിലനിൽക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ സംയുക്ത സൈനിക മേധാവി അസിം മുനീർ വെടിനിർത്തൽ അനിശ്ചിതമായി നീട്ടണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഇന്ന് അവസാനിക്കുന്ന വെടിനിർത്തൽ കാലാവധി ഇനി നീട്ടില്ല എന്ന് ട്രംപ് ശക്തമായ നിലപാടെടുത്തു. ഹോർമുസിൽ നിന്ന് ഇറാനിലേക്കും ഇറാനിൽ നിന്ന് തിരികെ ഹോർമുസ് കടലിടുക്ക് വഴി പുറത്തേക്കുമുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായി അമേരിക്ക നിരോധിച്ചിരിക്കുന്നു. ഹോർമുസ് ബ്ലോക്കേഡ് അടിയന്തരമായി പിൻവലിക്കണമെന്ന ആവശ്യം ഇറാൻ പാകിസ്ഥാന് മുന്നിൽ വെച്ചു. ചർച്ചാമേശയിലേക്ക് ഇറാൻ വന്നെത്തണമെങ്കിൽ ഉപരോധം പിൻവലിക്കണമെന്ന നിലപാടാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഹോർമുസ് ബ്ലോക്കേഡ് തുടരുമെന്നും തങ്ങളുടെ പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് തിരിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ അവിടെ ചർച്ചാമേശയിലെത്തും എന്ന് ട്രംപ് ഉറപ്പിക്കുകയാണ്. പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി അടിയന്തരമായി ഇറാനിൽ നിന്ന് പ്രതിനിധി സംഘം ഇസ്ലാമാബാദിലേക്ക് പോകണമെന്ന ആവശ്യമുന്നയിച്ചു. എന്നാൽ ഇസ്ലാമാബാദിലേക്കുള്ള പ്രതിനിധി സംഘം ഇതുവരെ പുറപ്പെട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. സമാധാന ചർച്ചയ്ക്ക് പോകേണ്ട പ്രതിനിധികളുടെ കാര്യത്തിൽ ഇറാനിയൻ ഭരണകൂടത്തിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നു. വലിയ ഭിന്നതയാണ് IRGCയും ഇറാൻ സുരക്ഷാ കൗൺസിലിനുമിടയിൽ. ഹോർമുസ് ഉപരോധത്തിന്റെ ഭാഗമായി ഒരു ഇറാനിയൻ കപ്പൽ അമേരിക്കൻ നാവികസേന പിടിച്ചെടുത്തിരുന്നു. ഈ കപ്പൽ വിട്ടയക്കാതെ ചർച്ചാമേശയിലേക്ക് പോയാൽ ഇറാന് വലിയ നാണക്കേടുണ്ടാക്കും. അത് ആഭ്യന്തരമായി വലിയ സമ്മർദ്ദം നേരിടുന്ന ഒരു സംഗതിയായി മാറുമെന്ന് ഇറാൻ ഭരണകൂടം ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ കടൽ ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ല എന്ന നിലപാട് ഏറ്റവും ഒടുവിൽ ഇറാൻ കൈക്കൊള്ളുന്നു. ഇന്ന് വൈകിട്ട് വരെ കാക്കും. ചർച്ചാമേശയിൽ ഇറാൻ എത്തിയില്ല എങ്കിൽ അതിശക്തമായ യുദ്ധം തങ്ങൾ പുനരാരംഭിക്കുമെന്ന നിലപാട് ട്രംപ് പറയുന്നു. ഇറാനിയൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ശക്തമായ നിലപാടാണ്. ഇസ്ലാമാബാദിലേത് ഒരു കീഴടങ്ങൽ വേദിയാണ്. ഇറാൻ പ്രതിനിധി സംഘത്തെ തന്ത്രപൂർവ്വം അവിടെ എത്തിച്ച് ഒരു കുരുക്കിടാനുള്ള പദ്ധതിയാണ് അമേരിക്കൻ പ്രസിഡന്റ് മെനഞ്ഞിരിക്കുന്നത്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫും ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചു. ഇറാനെ സമ്മർദ്ദത്തിലാഴ്ത്തി ചർച്ചയ്ക്ക് വരുത്തുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. US-ഉം ഇറാനും തമ്മിൽ നേരത്തെ ധാരണയിലെത്തിയ വെടിനിർത്തലിൻ്റെ കാലാവധി നാളെ അവസാനിക്കുന്നു. നാളേക്കകം ഇറാന് മുന്നിൽ അമേരിക്ക വച്ചിരിക്കുന്ന നിബന്ധനകൾക്ക് ഇറാൻ വഴങ്ങിയില്ല എങ്കിൽ ഇറാനിൽ ബോംബ് മഴ പെയ്യിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയിൽ താൻ ഓൺലൈനായി പങ്കെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞു. നേരിട്ട് പങ്കെടുക്കുമെന്നാണ് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നതെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഓൺലൈനിലേക്ക് ചുവടുമാറ്റാൻ തീരുമാനമെടുത്തു. ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാഴ്ത്തിയും ഇറാനെ കീഴ്പ്പെടുത്താൻ നോക്കേണ്ട എന്നാണ് ഇറാനിയൻ അധികൃതർ പ്രതികരിക്കുന്നത്. അമേരിക്കൻ പ്രതിനിധി സംഘം JD വാൻസിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമാബാദിൽ എത്തിയതിനു ശേഷമാകും ഒരുപക്ഷെ ഇറാനിൽ നിന്നുള്ള പ്രതിനിധി സംഘം പുറപ്പെടുക. യാത്രയെ സംബന്ധിച്ച് തികച്ചും ആശങ്കയിലാണ് ഇറാൻ. യാത്രാ സംഘത്തിന്റെ സുരക്ഷയാണ് അവരെ അലട്ടുന്നത്. ഭീഷണിപ്പെടുത്തി ചർച്ചാമേശയിലെത്തിച്ച് ബലമായി കരാറിൽ ഒപ്പിടിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നുവെന്നാണ് ഇറാൻ പ്രതിനിധികൾ പറയുന്നത്. മറുവശത്ത് ചർച്ച പൊളിഞ്ഞാൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ആക്രമണങ്ങൾ തങ്ങളുടെ പ്രതിനിധി സംഘത്തിന് നേർക്കുണ്ടാകുമോ എന്ന ഭയം ഇറാനെ വേട്ടയാടുന്നു. യുദ്ധക്കളത്തിൽ തങ്ങൾ ഇനിയും ഒളിപ്പിച്ചു വെച്ച ചില കാർഡുകൾ കൂടിയുണ്ട്. അത് അമേരിക്കയ്ക്ക് വലിയ പ്രഹരമേൽപ്പിക്കുന്നവയാണ് എന്ന് ഇറാൻ സ്പീക്കർ പറയുന്നു. ആണവടിയിൽ ഒപ്പുവെക്കും വരെ ഹോർമുസ് ബ്ലോക്കേഡ് തുടരുമെന്നും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഇറാൻ അർഹിക്കുന്നില്ല എന്നും ട്രംപ് ആവർത്തിക്കുന്നു. ഇതോടെ സംഘർഷം കലുഷിതമാകുമോ എന്ന ഭയം ലോകത്തിന്. അമേരിക്കൻ സമയം ബുധനാഴ്ച വെടിനിർത്തൽ കാലാവധി തീരുന്നതോടെ ഏത് തലത്തിലേക്ക് പശ്ചിമേഷ്യൻ യുദ്ധം കടക്കും? ഇറാന്റെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു രാജ്യത്തിൻ്റെയും കപ്പൽ പുറത്തേക്ക് പോകേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ ഇറാൻ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിനോട് ട്രംപ് പ്രതികരിക്കുന്നതിങ്ങനെ: ഞങ്ങൾ അവരുടെ കപ്പൽ പിടിച്ചെടുത്തു, വേറെ 5 കപ്പലുകളും പിടിച്ചെടുത്തു, വേണ്ടി വന്നാൽ ഇനിയും ഇറാന്റെ കപ്പലുകൾ പിടിച്ചെടുക്കും. തങ്ങളുടെ ഒരു മൊസാദ് ഏജന്റ് വിദേശത്ത് വെച്ച് കൊല്ലപ്പെട്ടുവെന്നാണ് മൊസാദ് തലവൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്.
മൊസാദ് ഈ ഏജന്റിനെ മിസ്റ്റർ എം എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. എം ആരായിരുന്നു, എപ്പോൾ വീണു, എന്ത് സംഭവത്തിലാണ് എം കൊല്ലപ്പെട്ടത് തുടങ്ങിയ വിവരങ്ങളൊന്നും മൊസാദ് പുറത്തുവിടുന്നില്ല. ഇറാനെതിരെയുള്ള ഓപ്പറേഷനുകൾക്ക് നേതൃത്വം കൊടുത്ത മൊസാദ് ഏജന്റ് എം കൊല്ലപ്പെട്ടു എന്ന് മൊസാദ് തലവൻ ഡേവിഡ് ബാർണി വ്യക്തമാക്കി. എം നയിച്ച പ്രവർത്തനങ്ങളിലൂടെയാണ് ഇറാനെതിരായ ആക്രമണങ്ങളിൽ തങ്ങൾ വിജയം വരിച്ചത് എന്ന് ഡേവിഡ് ബർണി രാജ്യത്തെ ഓർമ്മപ്പെടുത്തി. മിസ്റ്റർ എമ്മിന്റെ സർഗാത്മകത, തന്ത്രം, സാങ്കേതികവിദ്യ എന്നിവയൊക്കെ ശത്രുവിനെ തികച്ചും വിറപ്പിച്ചു കളഞ്ഞു. ഓപ്പറേഷൻ റോറിംഗ് ലയൺ സമയത്ത് എമ്മിന്റെ സ്വഭാവത്തിലും പ്രവർത്തനങ്ങളുമൊക്കെ തന്റെ ഹൃദയം അഭിമാനം കൊണ്ട് നിറയാൻ ഇടവന്നു. മിസ്റ്റർ എമ്മിന്റെ പ്രവർത്തനങ്ങൾ അത്രയേറെ അഭിനന്ദനാർഹമാണ്. മിസ്റ്റർ എം എവിടെ വെച്ച് കൊല്ലപ്പെട്ടുവെന്ന് ബാർണി പറയുന്നില്ല. ഇറാനിൽ ഇപ്പോഴും ഏതാണ്ട് പൂർണ്ണമായ ഇന്റർനെറ്റ് വിച്ഛേദം നിലനിൽക്കുന്നു. രണ്ടാം ഘട്ട ചർച്ചകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതായി തോന്നുന്ന കർശനമായ നിബന്ധനകളാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. സൈനിക, സിവിലിയൻ, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇതിനകം തന്നെ ഇറാന് സംഭവിച്ചു കഴിഞ്ഞു. സമുദ്ര ഉപരോധം മൂലം ഇറാന് ഒരു ഒത്തുതീർപ്പിലേക്ക് മടക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാനിലുടനീളം കണ്ടെത്തിയ ഘടനാപരമായ നാശനഷ്ടങ്ങളുടെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോൺഫ്ലിക്റ്റ് എക്കോളജിയിലെ കോറി ഷെർ, ജാമോൺ വാൻ ഡെൻഹോക്ക് എന്നിവർ കോപ്പർനിക്കസ് സെന്റിനൽ-1 റഡാർ ഇമേജറിയുടെ നാശനഷ്ട വിശകലനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ വിശദമായ ചില പഠന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ശനിയാഴ്ച ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനിൽ യുഎസുമായുള്ള ചർച്ചകളെ പരസ്യമായി ന്യായീകരിച്ചിരുന്നു. ഇറാന്റെ ലക്ഷ്യങ്ങൾ സുരക്ഷിതമാക്കാൻ സൈനിക ശക്തിയോടൊപ്പം അമേരിക്കയുമായുള്ള നയതന്ത്രവും അനിവാര്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ചൊവ്വാഴ്ച ഇറാനുമായുള്ള ചർച്ചകൾക്കായി പാകിസ്ഥാനിലേക്ക് പോയി എന്നാണിപ്പോൾ ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് നീങ്ങുന്നു. ചർച്ചകൾ നാളേക്ക് പുരോഗമിക്കുമെന്നാണ് കരുതുന്നത്. വൈറ്റ് ഹൗസിന്റെ പ്രതികരണം ഇങ്ങനെ: ഇറാനിയൻ ഭരണകൂടം അതിന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയിൽ നിന്നൊരു പച്ചക്കൊടി കാട്ടാൻ കാത്തിരിക്കുകയാണ് എന്നും വാർത്തകൾ. നാവിക ഉപരോധത്തിനിടെ ഇറാൻ കപ്പൽ US പിടിച്ചെടുത്തത് ഇറാനിലെ വിമത നീക്കങ്ങൾ ശക്തിപ്പെടുത്തി. ഇറാനിലെ തീവ്ര നിലപാടുള്ള നേതാക്കൾ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനെതിരെ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു. ഇപ്പോഴത്തെ ഇറാന്റെ ഭരണ സംവിധാനത്തിന്റെ നിയന്ത്രണം റവല്യൂഷണറി ഗാർഡിന്റെ കൈകളിലാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. റവല്യൂഷണറി ഗാർഡ് ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടമില്ലാതെയാണ് പലപ്പോഴും ആക്രമണ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഒരു വശത്ത് നയതന്ത്ര നീക്കങ്ങൾ, മറുവശത്ത് അതിശക്തമായ സമ്മർദ്ദം. ഇതാണ് ട്രംപിന്റെ തന്ത്രം. ചർച്ചാമേശയിലേക്ക് ഇറാനെ എത്തിച്ച് ഭീഷണിപ്പെടുത്തി ഒരു കരാറിൽ ഒപ്പുവയ്പ്പിക്കുക. ചർച്ചാമേശയെ ഒരു കീഴടക്കൽ മേശയാക്കി മാറ്റാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത് എന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ ആവർത്തിക്കുന്നു. മറുവശത്ത് തികഞ്ഞ അനിശ്ചിതത്വമാണ് ഇപ്പോൾ ചർച്ചകളുമായി ബന്ധപ്പെട്ട്. ഇസ്ലാമാബാദിലെ ചർച്ചാമേശയിൽ പൂർണ്ണമായി തകർന്നടിയുന്ന ഇറാനെയാണോ ലോകം കാണുന്നത്? അതോ അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് തയ്യാറാവാത്ത ഇറാനെയോ? രണ്ടായാലും ഇറാനെ കാത്തിരിക്കുന്നത് അതിമാരകമായ ആക്രമണ പരമ്പര തന്നെയാവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.